പടക്കശാല അപകടത്തിൽ മരണസംഖ്യ 13ആയി. 7 പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത്. സംശയമുള്ള മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ DNA പരിശോധന നടത്തും. സംഭവ സമയം സ്ഥലത്തുണ്ടായിരുന്നത് 34 പേരാണ്. 2 പേർ വെന്റിലേറ്ററിൽ ഗുരുതരാവസ്ഥയിലുണ്ട്. മറ്റ് 5 പേർ മൊത്തം 5 പേർ ഗുരുതരാവസ്ഥയിലുണ്ട് എന്നാണ് വിവരം. അപകട സ്ഥലത്ത് നിന്ന് 2 ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്തി. കെഡാവർ നായ്ക്കളെ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചത്. അപകട സ്ഥലത്ത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോ ടെക്നോളജിയിൽ നിന്ന് വിദഗ്ധർ എത്തി DNA സാമ്പിൾ ശേഖരിച്ചു. പരിശോധന നടത്താൻ കെഡാവർ നായയും പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ആരോഗ്യ വകുപ്പുകളുടെ എല്ലാ സംവിധാനങ്ങളും റവന്യൂ, ദുരന്ത നിവാരണ വകുപ്പുകളുടെ ഏകോപനവും നടക്കുന്നുണ്ട്. അനുമോദ് വിവരങ്ങളുമായി ചേരും. അനുമോദ്, ഒരാശങ്ക, ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ മരിച്ചവരുടെ ഒരു അന്തിമ ചിത്രം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അനുമോദ പ്രദേശത്താണുള്ളത്. വല്ലാത്ത ദൃശ്യങ്ങളാണ് രാവിലെ മുതൽ തന്നെ അനുമോദ അവിടെ കാണുന്നത്. ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വിവരം? തെരച്ചിൽ നാളെയും തുടരുമെന്ന് പറയുന്നു. അവിടെ സമീപത്തൊരു കുളമുണ്ടായിരുന്നല്ലോ, അവിടെയും സ്കൂബ ടീമൊക്കെ തെരച്ചിൽ നടത്തി എന്നുള്ള വിശദാംശങ്ങളുണ്ട്. കൂടുതൽ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ അനുമോദ? രഞ്ജിത്ത്, രാവിലെ 7 മണിയോടെ തന്നെ ഈ ഒരു മുണ്ടത്തിക്കോട് ഈ വെടിക്കെട്ട് ദുരന്തം നടന്ന ഇടത്ത് പരിശോധനകൾ ആരംഭിച്ചിരുന്നു. 3 കെഡാവർ നായകളെ കൊണ്ടുവന്നുള്ള പരിശോധനയാണ്. പക്ഷേ ഇപ്പോൾ 12 മണിക്ക് മുമ്പ് തന്നെ കെഡാവർ നായകളെ ഉപയോഗിച്ചുള്ള പരിശോധന നിർത്തി. കാരണം കൊടും ചൂടത്ത് നായകൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഗന്ധം തിരിച്ചറിയാൻ കഴിയില്ല. മാത്രമല്ല 3 മണിക്കൂറിലധികം അവരെ തെരച്ചിലിന് ഉപയോഗിച്ചതുകൊണ്ട് തെരച്ചിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷേ അവർ തിരിച്ചു പോയിട്ടില്ല. അവരിവിടെ തന്നെയുണ്ട്. എപ്പോഴാണ് തിരിച്ചു പോവുക, ഒരുപക്ഷെ വൈകുന്നേരം വീണ്ടും തിരയുമോ എന്ന് അറിയുകയില്ല. അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇന്നിപ്പോൾ നായകൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് വെടിമരുന്നിൻ്റെ ഗന്ധം മാത്രമാണ്. ഒരുപക്ഷെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ഈ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഗന്ധം കുറേ കൂടി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന തരത്തിലൊരു സൂചനയും അങ്ങനത്തെ ഒരു വിവരവും നമുക്ക് പങ്കുവെക്കാനുണ്ട്. അതാണ് പ്രധാനമായിട്ടും ഈ കെഡാവർ നായകളുടെ തെരച്ചിലിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നീട് സ്കൂബ ഡൈവിംഗ് ടീം മേഖലയിലെ കുളത്തിൽ പരിശോധന നടത്തി. പക്ഷേ കാര്യമായിട്ടൊന്നും ലഭിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വെടിക്കെട്ട് ദുരന്തം ഈ നടന്ന ഇടത്തിന് 100 മീറ്റർ ചുറ്റളവിൽ നിന്നാണ് ശരീരഭാഗങ്ങൾ പലയിടത്തുനിന്നായിട്ട് കിട്ടിയിട്ടുള്ളത്. പലയിടങ്ങളിൽ നിന്നായി പല ഭാഗങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ചിലയിടത്ത് കൈയിൻ്റെ ഭാഗം, കാലിൻ്റെ ഭാഗം, അതേപോലെ ശരീരത്തിലെ തൊലിയുടെ അവശിഷ്ടങ്ങൾ, അങ്ങനെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള അവശിഷ്ടങ്ങളാണ്, ശരീരഭാഗങ്ങളാണ് പലയിടത്തുനിന്നായിട്ട് ലഭിച്ചുള്ളത്. ഇതിൽ നിന്നും DNA ലഭിക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് സാങ്കേതികമായിട്ട് ഒരു ഉത്തരം തന്നെയാണ് വേണ്ടത്. അത് പൂർണ്ണമായിട്ടും ഇവിടെ എത്തിയ ഉദ്യോഗസ്ഥരും പങ്കുവയ്ക്കുന്നില്ല. പക്ഷേ ഈ പരിശോധന തുടരാൻ തന്നെയാണ് തീരുമാനം. കാരണം ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട തെളിവ്, ആരെങ്കിലും തിരിച്ചറിയാനുള്ള തെളിവ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തിയ ശേഷമേ തെരച്ചിൽ അവസാനിപ്പിക്കുന്ന നിലപാടിൽ തന്നെയാണ് ഉദ്യോഗസ്ഥരുള്ളത്. ഇപ്പോൾ ഉച്ചയായതുകൊണ്ട് തെരച്ചിലിനൊരല്പം ഇടവേള വന്നിട്ടുണ്ട്. നേരത്തെ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ റെസ്ക്യൂ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ DYFI അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരാണ് ഈ ഭാഗത്ത് തെരച്ചിലിന് സജീവമായിട്ടുള്ളത്. നാളെ കൂടി തെരച്ചിൽ നടത്തുമെന്നാണ് നേരത്തെ DGP വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ലഭ്യമാകുന്ന എല്ലാ തെളിവുകളും മേഖലയിൽ നിന്നും ശേഖരിച്ച് മാത്രമായിരിക്കും ഈ ഒരു തെരച്ചിൽ അവസാനിപ്പിക്കുക എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. രഞ്ജിത്ത്, തെരച്ചിലൊരു സ്വഭാവം അനുമോദ് നേരത്തെ പറഞ്ഞ കെഡാവർ നായുണ്ട്, ഫയർഫോഴ്സിൻ്റെയും റെസ്ക്യൂ ടീമിൻ്റെയും ഒക്കെ സാന്നിധ്യമുണ്ട്. ഈ 34 എന്നുള്ളൊരു കണക്ക് മന്ത്രി പറഞ്ഞത് അതിൽ വെച്ചായിരിക്കുമല്ലോ എത്ര പേർ പുറത്തു വന്നു, രക്ഷപ്പെട്ടു എന്നുള്ളത് കണക്കാക്കേണ്ടതുണ്ട്. കൂടുതൽ കുടുംബാംഗങ്ങൾ ഇവരെ കാണാതായവരെ അന്വേഷിച്ച് വരുന്നുണ്ടോ? അപ്പോൾ ഒരു കൃത്യമായൊരു കണക്കിലേക്ക് എത്തുക എന്നുള്ളത് ആണ് പ്രധാനം. അതിലേക്ക് സർക്കാർ പോകുന്നുണ്ടോ? ഇത് വളരെ ക്ലേശകരമായൊരു കാര്യമാണ് രഞ്ജിത്ത്. പോലീസിൻ്റെ കണക്കിലുള്ള 34 എന്നുള്ളത്, അതിൽ പോലീസ് പറയുന്നത് 9 പേർ മരിച്ചു എന്നാണ്. അതിൽ തന്നെ തിരിച്ചറിഞ്ഞത് 5. അതിൽ എണ്ണം അല്പം മാറ്റം വന്നേക്കാം ഒരുപക്ഷെ തിരിച്ചറിഞ്ഞതിൻ്റെ. ചികിത്സയിലുള്ളവരുടെ എണ്ണം 13ആണ്. രക്ഷപ്പെട്ടവർ 10ഉം നിസ്സാര പരിക്കോടെ രക്ഷപ്പെട്ടവർ 2ഉം. അങ്ങനെയാണ് 34 എന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും കണക്കിൽ 13 മരണം എന്ന് പറയുമ്പോഴും ഇതിൽ പോലീസിൻ്റെ ഈ 34 എന്ന കണക്കുമായിട്ട് അത് ടാലിയാകുന്നില്ല എന്ന തരത്തിലേക്കൊരു വിലയിരുത്തൽ നടത്തേണ്ടി വരും. പൂർണ്ണമായിട്ടും എത്ര പേര് ഇവിടെ ഉണ്ടായിരുന്നു എന്നത് കണ്ടെത്തുകയാണ് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ജോലി ചെയ്തിരുന്ന ആളുകളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അവരുടെ പ്രിയപ്പെട്ടവർ അവിടെ എവിടെയാണ് എന്ന് അന്വേഷിച്ച് അവരെ കാണുന്നില്ലെങ്കിൽ
പോലീസിനെ അറിയിക്കണമെന്നൊരു നിർദ്ദേശം നേരത്തെ തന്നെ റവന്യൂ മന്ത്രി മുന്നോട്ട് വച്ചിരുന്നു. അതായത് എവിടെ അവർ ഈ വീട്ടിലെത്തിയിട്ടുണ്ടോ, ഹോസ്പിറ്റലിലാണോ, ബന്ധുവീട്ടിലാണോ, എവിടെയാണെന്നത് അറിഞ്ഞാൽ അറിയിക്കണമെന്നുള്ളത്. സ്വാഭാവികമായിട്ടും ആളുകളെ കണ്ടെത്താനുള്ളൊരു വഴി അതുമാത്രമാണ്. കാരണം പലപ്പോഴും ദുരന്തങ്ങളിൽ പെട്ടവർ അവരെ മറ്റെവിടെയെങ്കിലും സുരക്ഷിതരായിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരെ ഈ കാണാതായവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് എണ്ണം കൂടാനുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ നേരെ തിരിച്ചുമുണ്ടാകാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യം ഒഴിവാക്കാനായിട്ട് ഇവിടെ ജോലിക്ക് ഉണ്ടായിരുന്നവരെ കുറിച്ച് അറിയുന്നവർ കൃത്യമായിട്ടത് അവരെ കാണുന്നില്ലെങ്കിൽ അത് അധികൃതരെ അറിയിക്കണം എന്നൊരു നിർദ്ദേശം തന്നെ പോലീസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കൺട്രോൾ റൂമിൽ അറിയിക്കണം എന്ന നിർദ്ദേശമാണ് വെച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മറ്റ് തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാതിരിക്കാൻ, കേസും മറ്റും വരാമെന്ന ആശങ്ക, പ്രത്യേകിച്ച് ഇവിടെ സന്ദർശിക്കുന്നത് അത്ര സുരക്ഷിതമായ ഇടമായിട്ടല്ല. അവിടെ പ്രവേശനമൊക്കെ വളരെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അപ്പോൾ അവിടെ നിയമവിരുദ്ധമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തറിയരുത് എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാവില്ല. അത്തരം ആളുകളെക്കുറിച്ച് കൂടി വിവരം തരേണ്ടത് ഈ ഘട്ടത്തിൽ കാണാതായ ആളുകളുടെ എണ്ണം കണക്കാക്കുന്നതിൽ അനിവാര്യമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പൊതുജനങ്ങൾ തന്നെ പങ്കുവയ്ക്കണമെന്നൊരു ആവശ്യമാണ്, അല്ലെങ്കിൽ നിർദ്ദേശമാണ് മന്ത്രി തന്നെ പങ്കുവച്ചിരിക്കുന്നത്. ഈ എത്ര പേർ ഇവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ കൃത്യമായൊരു കണക്ക് ലഭിച്ചാൽ മാത്രമേ ദുരന്തത്തിൻ്റെ വ്യാപ്തി അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനാവൂ എന്നുള്ളത് വേണം നമുക്ക് കരുതുവാൻ. എന്താണെങ്കിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കേണ്ടതിൽ ഏറ്റവും വലിയ വെല്ലുവിളി ആളുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല പലപ്പോഴും എന്നുള്ളതാണ്. DNA ടെസ്റ്റിൻ്റെ ഫലം വരാൻ ഒരുപക്ഷെ 3 ദിവസം വരെ എടുക്കാനുള്ളൊരു സാധ്യത നിലവിൽക്കെ ഈ ആളുകളെ തിരിച്ചറിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടത്, വളരെ വേഗത്തിൽ പോകേണ്ടത് ഈ കുടുംബാംഗങ്ങൾക്ക് വലിയ ആവശ്യമാണ്. അവർക്കത് അതിനുള്ള സഹായം സർക്കാർ നൽകും, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നതും. രഞ്ജിത്ത്, അനുബോധാണ് സംഭവ സ്ഥലത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. തൃശൂർ വെടിക്കെട്ട് അപകടത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായോ എന്ന് ഏജൻസികൾ അന്വേഷിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടത്. മനുഷ്യജീവന് ഭീഷണിയാകുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. വീഴ്ച സംഭവിച്ചതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്നും ആവശ്യമായ എല്ലാ സഹായവും ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇനി ഇത്തരം കാര്യങ്ങൾ കൂടുതൽ സുരക്ഷാപരമായ നടപടികൾ മുൻകൂട്ടി സ്വീകരിക്കണം. വെടിക്കെട്ട് ഒഴിവാക്കണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അതിനാവശ്യമായ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപകടമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സുരക്ഷാ കാര്യങ്ങൾ ചെയ്യണം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അത് നന്നായി ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ സമീപ 1-2 വർഷങ്ങളിൽ അതിന് വീഴ്ച പറ്റിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് വളരെ ഗൗരവത്തോടു കൂടി കാണണം. മനുഷ്യജീവന് അപകടകരമായ രീതിയിലുള്ള ഒരു കാര്യവും നടക്കാൻ പാടില്ല യഥാർത്ഥത്തിൽ. പിന്നെ ഇപ്പോൾ മുഴുവൻ ആളുകളെ കുറച്ചുപേര് ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടാണ് വെന്റിലേറ്ററെല്ലാം കിടക്കുന്നവരുണ്ട്. അവർക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങളെല്ലാം, എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ് സഹായിക്കണം. മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായം കൊടുക്കണം. വളരെ സാധാരണക്കാരായ മനുഷ്യരാണ് ഈ ജോലിക്ക് വരുന്നത്. അവർ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടാണ് ഈ ജോലിക്ക് വരുന്നത്. ആ കുടുംബത്തെ എല്ലാം താങ്ങി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തരമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുമെന്നാണ് ഞങ്ങളെല്ലാം കരുതുന്നത്. അത് സ്വീകരിക്കണം. ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാമോ എന്ന് ബന്ധപ്പെട്ട എല്ലാവരെയും വിളിച്ചു ചേർത്ത് ഒരു മെക്കാനിസം, ഒരു സംവിധാനം ഉണ്ടാക്കി സുരക്ഷാ പരിശോധനകൾ മുൻകൂട്ടി നടത്താനും കുറെ കൂടി കർശനമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. തൃശൂർ വെടിക്കെട്ട് അപകടത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് രമേശ് ചെന്നിത്തല. വലിയ വെടിക്കെട്ട് സാമഗ്രികൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു ഫയർ എഞ്ചിൻ പോലും ഇല്ലായിരുന്ന ആക്ഷേപമുണ്ട്. കേന്ദ്രം പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുക അപര്യാപ്തമാണെന്നും തുക ഉയർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത്രയും വലിയൊരു വെടിക്കെട്ട് സാമഗ്രികൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഒരു ഫയർ എഞ്ചിൻ പോലും ഇല്ലായിരുന്നു. അപ്പോൾ ആധുനിക കാലഘട്ടത്തിനനുസരിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മുടെ നാട്ടിൽ ഉത്സവം നടക്കുന്നുണ്ട്, പെരുന്നാൾ നടക്കുന്നുണ്ട്, കരിമരുന്ന് പ്രയോഗം ഉണ്ടാകും, വെടിക്കെട്ടുണ്ടാകും. പക്ഷെ ആ സന്ദർഭങ്ങളിൽ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കണം, സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളും സ്വയം സുരക്ഷിതരാണെന്നുള്ള ബോധ്യത്തോടെ പ്രവർത്തിക്കണം. അതാണ് കേന്ദ്ര ഗവൺമെന്റ് 2 ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചത്. അത് ശരിയല്ല, അത് വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. പരിക്കേറ്റവർക്ക് 50,000 രൂപയാണ് കൊടുത്തത്, അതും വർദ്ധിപ്പിക്കണം. സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായ അവരുടെ കുടുംബത്തെ താങ്ങി നിർത്തണം. ഇവിടെ വാസ്തവത്തിൽ ഈ പാവപ്പെട്ട ആളുകൾ ഈ ജോലി ചെയ്യാൻ വരുന്നത് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അപ്പോൾ അനാഥമായ കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടി ഉണ്ടാകണം. DNA ടെസ്റ്റ് എത്രയും വേഗത്തിലാക്കണം. സാധാരണഗതിയിൽ DNA ടെസ്റ്റ് താമസം ഉണ്ടാകും. അതിന് കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി വേഗതയിൽ ബോഡികൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള നടപടി കൂടി ഉണ്ടാകണം.
ഈ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിക്കുന്നു. ഇത്തരമൊരു സംഭവം നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുറ്റിങ്ങൽ അപകടശേഷം നൽകിയ നിർദ്ദേശങ്ങൾ സർക്കാർ പരിഗണിച്ചിരുന്നെങ്കിൽ തൃശൂർ ഉണ്ടാകുമായിരുന്നില്ലെന്ന് പുറ്റിങ്ങൽ കമ്മീഷൻ ജസ്റ്റിസ് PS ഗോപിനാഥ്. തന്റെ ശുപാർശകൾ നടപ്പാക്കിയില്ല. വെടിക്കെട്ട് ആചാരങ്ങളുടെ ഭാഗമല്ല, ആഘോഷമാണ്. ഉദ്യോഗസ്ഥരും സംവിധാനങ്ങളും വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെന്നും ജസ്റ്റിസ് PS ഗോപിനാഥ് പറഞ്ഞു. അന്ന് എൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്ത് ആക്ഷൻ ടേക്കൻ റിപ്പോർട്ടോടുകൂടി നിയമസഭയിൽ വെച്ചതാണ്. പക്ഷെ അത് ഫോളോ അപ്പ് ചെയ്യാൻ നടപടിയൊന്നും എടുത്തില്ല. ഒന്നല്ലെങ്കിൽ ഒരു നടപ്പാക്കുന്നതിന് വെടിക്കെട്ട് പോലെയുള്ള നടപടികളൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു പ്രോട്ടോക്കോൾ തയ്യാറാക്കിയോ അല്ലെങ്കിൽ ഒരു SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തയ്യാറാക്കി ഉണ്ടായിട്ടില്ല എന്ന് ഇന്നിപ്പോൾ മന്ത്രിസഭാ തീരുമാനത്തിൽ അതുണ്ടെന്ന് തോന്നുന്നു. അത് അന്ന് അതനുസരിച്ചാണ് ചെയ്തിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാവില്ല. ഞാൻ പേപ്പറിൽ പെട്ടെന്ന് കണ്ടത് വാഹനം ചെല്ലാൻ കൂടി വഴിയില്ലാത്തൊരു സ്ഥലത്തായിരുന്നു അപകടം ഉണ്ടായെന്നാണ് പറയുന്നത്. അപകടത്തിൽ മരിച്ചവരിൽ ഇതുവരെ 9 പേരുടെ മൃതദേഹം മോർച്ചറിയിൽ എത്തിച്ചു. ഇതിൽ 7 പേരെ തിരിച്ചറിഞ്ഞു. പഴയന്നൂർ സ്വദേശി സുദർശൻ, കച്ചൂർ സ്വദേശി വാസുദേവൻ, തൃശൂർ സ്വദേശി സുവിൻ, എടപ്പാൾ സ്വദേശി മണികണ്ഠൻ, മലപ്പുറം കുളത്തൂർ സ്വദേശി സുബ്രഹ്മണ്യൻ, ചിറക്കൽ സ്വദേശി ബിജീഷ്, കോട്ടപ്പുറം സ്വദേശി മണികണ്ഠൻ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ 6 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് ഇതിനകം വിട്ടുകൊടുത്തിട്ടുണ്ട്. മൃതദേഹങ്ങൾക്ക് പുറമെ മോർച്ചറിയിൽ 26 ശരീരഭാഗങ്ങൾ ഉണ്ട്. നവമി ദിനേശ് ആശുപത്രിയിൽ നിന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.